പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത് കെ വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. കരോൾ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. മുള്ളൂർക്കരയിൽ പുതുവത്സര ആശംസ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. 24ഓളം കുത്തേറ്റ സുഹൈബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. പട്ടിക്കാട് ചെമ്പൂത്രയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. പുഴയ്ക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ടിടിച്ച് പോലീസുകാരന് പരിക്കേറ്റു. വാർത്തകൾ വിശദമായി. പാലയൂർ തീർത്ഥകേന്ദ്രത്തിലെ കരോൾ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ ചാവക്കാട് SI വിജിത് കെ വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. ക്രിസ്തുമസ് തലേന്ന് രാത്രി പള്ളിയങ്കണത്തിൽ നടന്ന കരോൾ പരിപാടി മൈക്ക് അനുമതിയില്ലെന്ന് പറഞ്ഞ് SI തടയുകയായിരുന്നു. ഇതിനെതിരെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നിരുന്നത്. സംഭവത്തെ തുടർന്ന് SI അവധിയിൽ പോയിരുന്നു. അവധി കഴിഞ്ഞ് SI സ്ഥലത്ത് തിരിച്ചെത്തിയതോടെയാണ് സ്ഥലം മാറ്റിയത്. അതേസമയം സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഈ മാസം 15-നകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ് നൽകിയ പരാതിയിലാണ് നടപടി. പാലയൂർ പള്ളിയിൽ കരോൾ ഗാനം പാടുന്നത് ബലം പ്രയോഗിച്ച് തടഞ്ഞ SIക്കുള്ള പിണറായി സർക്കാരിന്റെ പാരിതോഷികമാണ് വീടിനടുത്തേക്കുള്ള സ്ഥലം മാറ്റമെന്ന് BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ. കരോൾ ഗാനം പാടുന്നത് തടഞ്ഞത് ഗുരുവായൂർ MLAയുടെ താൽപര്യപ്രകാരമാണ്. പാലയൂർ പള്ളിയോട് വൈരാഗ്യബുദ്ധിയോടെയാണ് NK അക്ബർ MLA പെരുമാറുന്നത്. അപലപനീയമായ സംഭവം നടന്നിട്ടും സ്ഥലം MLA പള്ളി സന്ദർശിക്കാത്തത് അതിന്റെ തെളിവാണെന്നും അനീഷ് കുമാർ പറഞ്ഞു. മുള്ളൂർക്കരയിൽ പുതുവത്സര ആശംസ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി പൂവത്തിങ്കൽ വീട്ടിൽ സുഹൈബിനാണ് കുത്തേറ്റത്. യുവാവിനെ ഗുരുതരാവസ്ഥയിൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഞ്ചാവ് കേസിൽ കാപ്പ ചുമത്തിയ പ്രതി ഷാഫിയാണ് കുത്തിപ്പരിക്കേൽപ്പിച്ചത്. 24ഓളം കുത്തേറ്റിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ബുധനാഴ്ച പുലർച്ചെ ചെറുതുരുത്തിയിൽ പുതുവത്സര പരിപാടികൾ കണ്ട് സുഹൈബും കൂട്ടുകാരും ബൈക്കിൽ വരുന്നതിനിടെയായിരുന്നു ആക്രമണം. മുള്ളൂർക്കരയിൽ ബസ് സ്റ്റോപ്പിലിരിക്കുകയായിരുന്ന പ്രതിയുടെ കൂട്ടുകാരോട് സുഹൈബ് ആശംസ പറയുകയും എന്നാൽ തന്നോടാണ് ആശംസ പറയേണ്ടത് എന്ന് പറഞ്ഞ് പ്രതി സുഹൈബിനെ തലയ്ക്കും കൈയിലും കുത്തുകയായിരുന്നു. അതേസമയം തന്നെ കുത്തിയെന്നാരോപിച്ച് പ്രതിയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അത്താണി മിണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ്സിടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തൃശൂരിൽ നിന്ന് ഒറ്റപ്പാലത്തേക്ക് പോയിരുന്ന ചിറയത്ത് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് വരുന്നത് കണ്ട് ലോറി ബ്രേക്ക് ചവിട്ടിയതോടെ ബസ് ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ ബസിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു. വാഹനത്തിൽ കുടുങ്ങിയ ബസ് ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. പോലീസും സ്ഥലത്തെത്തിയിരുന്നു. കല്ലൂർ പാലയ്ക്കപ്പറമ്പിൽ നിയന്ത്രണം വിട്ട ബൈക്ക് മതിലിൽ ഇടിച്ച് ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. കല്ലൂർ മഠം സ്വദേശി വിഷ്ണുവിനാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിൽ നിന്ന് തെറിച്ചു വീണ വിഷ്ണുവിന്റെ മുഖത്താണ് പരിക്കേറ്റത്. വിഷ്ണുവിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പട്ടിക്കാട് ചെമ്പൂത്രയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. മടക്കത്രയിൽ നിന്നും കാവശ്ശേരിയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. ആർക്കും പരിക്കില്ല. ഗുരുവായൂരിൽ തെരുവുനായ കുറുകെ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടറിൽ നിന്ന് വീണ് യാത്രക്കാരിക്ക് പരിക്കേറ്റു. തിരുവങ്കിടം തലക്കാട്ട് വീട്ടിൽ അജിതയ്ക്കാണ് പരിക്കേറ്റത്. തൈക്കാട് പള്ളി റോഡിലായിരുന്നു അപകടം. പരിക്കേറ്റ യുവതിയെ ആക്ട്സ് പ്രവർത്തകർ ദേവസ്വം മെഡിക്കൽ സെന്ററിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ പുഴയ്ക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് പോലീസുകാരന് പരിക്കേറ്റു. തൃശൂർ വെസ്റ്റ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ റൂബിൻ ആന്റണിക്കാണ് പരിക്കേറ്റത്. പോലീസുകാരനെ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിന് ഇടയാക്കിയ ബൈക്ക് യാത്രികനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേരള വിഷൻ ഉപഭോക്താക്കളുടെ സേവനങ്ങൾക്കായി നടപ്പിലാക്കുന്ന കോമൺ സർവീസ് സെന്ററിന്റെ ചേലക്കരയിലെ ഓഫീസ് ഉദ്ഘാടനം നടന്നു. ചേലക്കരയിൽ നടന്ന പരിപാടി TCV ഡയറക്ടറും മേഖലാ പ്രസിഡന്റും CSE ചുമതലയുമുള്ള ജേക്കബ് ജെറോം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ട്രഷറർ CG ജോസ് അധ്യക്ഷത വഹിച്ചു. മേഖലാ ട്രഷററും കേരള വിഷൻ STB ചുമതലയുമുള്ള V മണികണ്ഠൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PV ബെന്നി, ശിവശങ്കരൻ, PB ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു.
പുതുവത്സരത്തിൽ പെറ്റിക്കേസിൽ അർദ്ധ സെഞ്ചുറി അടിച്ച് കൊടുങ്ങല്ലൂർ പോലീസ്. മദ്യപിച്ച് വാഹനമോടിച്ച 34 പേരെ പെട്രോളിംഗിനിടയിൽ പോലീസ് പിടികൂടി. പൊതുസ്ഥലത്ത് മദ്യപിച്ച 4 പേരും കഞ്ചാവ് ബീഡി വലിച്ച 4 പേരും പോലീസിന്റെ പിടിയിലായി. കരുതൽ തടങ്കൽ ഉൾപ്പെടെ 50ഓളം പേരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ, SIമാരായ K സാലിം, TM കശ്യപൻ, സജിൽ, ജൂനിയർ SI വൈഷ്ണവ് രാമചന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. കേരള കലാമണ്ഡലത്തിൽ പുതുവത്സരാഘോഷം നടന്നു. കലാമണ്ഡലം നിള ക്യാമ്പസിന് മുന്നിലുള്ള വള്ളത്തോൾ പ്രതിമയിൽ മുതിർന്ന അംഗങ്ങളായ ഭരണസമിതി അംഗം കലാമണ്ഡലം ശിവൻ നമ്പൂതിരിയും നിള ക്യാമ്പസ് ഡയറക്ടർ കലാമണ്ഡലം MPS നമ്പൂതിരിയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ചടങ്ങിൽ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM അഷ്റഫ്, വള്ളത്തോൾ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൽ ഖാദർ, കലാമണ്ഡലം വൈസ് ചാൻസലർ ഡോക്ടർ B അനന്തകൃഷ്ണൻ, കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ രാജേഷ് കുമാർ, കലാമണ്ഡലം NK നാരായണൻ, കലാമണ്ഡലം ഭരണസമിതി അംഗം രവീന്ദ്രനാഥൻ വള്ളത്തോൾ തുടങ്ങിയവർ പങ്കെടുത്തു. വടക്കാഞ്ചേരി മണലിത്തറയിൽ പുതുവത്സരാഘോഷത്തിനിടെ വയോധികൻ കുഴഞ്ഞു വീണു മരിച്ചു. പുന്നമ്പറമ്പ് പടിഞ്ഞാറെ പുത്തൻപുരയിൽ 72 വയസ്സുള്ള സുകുമാരൻ ആണ് മരിച്ചത്. ഗായകനായ സുകുമാരൻ ന്യൂ ഇയർ ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന പാട്ടുകൂട്ടായ്മയിൽ പങ്കെടുക്കുമ്പോൾ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. 10 വയസ്സുകാരനെ ലൈംഗികമായി പീഡിപ്പിച്ച പ്രതിക്ക് 130 വർഷം തടവും 8,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. ഒരുമനയൂർ മുത്തമാവ് മാങ്ങാടി വീട്ടിൽ 52 വയസ്സുള്ള സജീവനെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അനിയാസ് തയ്യിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 2023 ഏപ്രിലിൽ പ്രായപൂർത്തിയാകാത്ത 10 വയസ്സുള്ള ആൺകുട്ടിയെയും കൂട്ടുകാരനെയും പീഡിപ്പിക്കുകയായിരുന്നു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് നിഷ C എന്നിവർ കോടതിയിൽ ഹാജരായി. വിൽപ്പനയ്ക്കിടെ 6 ലിറ്റർ മദ്യവുമായി ഒരാളെ കുന്നംകുളം എക്സൈസ് പിടികൂടി. അടുപ്പൂട്ടി സ്വദേശി അനിലാണ് പിടിയിലായത്. കുന്നംകുളം റേഞ്ച് ഇൻസ്പെക്ടർ മണികണ്ഠന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. അസിസ്റ്റന്റ് ഇൻസ്പെക്ടർമാരായ മോഹൻദാസ്, സിദ്ധാർത്ഥൻ, സിവിൽ ഓഫീസർമാരായ ഗണേശൻ പിള്ള, മനോജ്, ആനന്ദ്, ഡ്രൈവർ സതീഷ് എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. എടത്തിരുത്തിയിൽ പുതുവത്സര ദിനത്തിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയ ആളെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. എടത്തിരുത്തി കുറുവാൻതോട് സ്വദേശി അച്ചുപറമ്പിൽ ഗോപിയെ ആണ് അറസ്റ്റ് ചെയ്തത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന 22 കുപ്പി മദ്യം പിടിച്ചെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ VS പ്രദീപ്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KS മന്മഥൻ, KM അനിൽകുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ദിൽഷാദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുമി, പ്രിവന്റീവ് ഓഫീസർ K വിൽസൺ എന്നിവരാണ് മദ്യം പിടിച്ചെടുത്ത സംഘത്തിൽ ഉണ്ടായിരുന്നത്. പരിയാരം വേളൂക്കരയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. വേളൂക്കര സ്വദേശി മുത്തക്കുന്നത്ത് വീട്ടിൽ രാജന്റെ മകൻ 33 വയസ്സുള്ള ശരത്താണ് മരിച്ചത്. വേളൂക്കര പമ്പ് ഹൌസ് കടവിൽ സ്കൂബ ടീം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാത്രി വീട്ടിൽ ഉറങ്ങാൻ കിടന്ന ശരത്തിനെ രാവിലെ കാണാതായതിനെ തുടർന്നാണ് തിരച്ചിൽ നടത്തിയത്. പെയിന്റിംഗ് തൊഴിലാളിയാണ് ശരത്ത്. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ അച്ഛനും മകൾക്കും കടന്നൽ കുത്തേറ്റു. ചെറുതുരുത്തി താഴപ്ര പൊറ്റയിൽ വീട്ടിൽ അലി, മകൾ ഫാത്തിമത്ത് റസീല എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഇരുചക്ര വാഹനത്തിൽ മകളെ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിൽ വെട്ടിക്കാട്ടിരി പെട്രോൾ പമ്പിനു സമീപം വാഹനം നിർത്തി ഫോൺ ചെയ്യുന്നതിനിടയിലാണ് ഇരുവർക്കും കടന്നൽ കുത്തേറ്റത്. സമീപത്തെ കടയിൽ ഓടിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പെട്രോൾ പമ്പ് ജീവനക്കാരിക്കും കടന്നൽ കുത്തേറ്റു. പാഞ്ഞാളിൽ കനത്ത കാറ്റിൽ തെങ്ങ് കടപുഴകി വീണ് വീട് തകർന്നു. പാഞ്ഞാൾ പഞ്ചായത്ത് 15-ാം വാർഡംഗം ലതാ ഭാസ്കരന്റെ ഓടുവീടാണ് തെങ്ങ് വീണ് തകർന്നത്. വീടിന്റെ മുൻവശത്ത് നിന്നിരുന്ന തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. ശബ്ദം കേട്ട് പുറത്തേക്ക് ഓടിയതിനാൽ ലതയുടെ അമ്മ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കയ്പമംഗലം കൂരിക്കുഴിയിൽ തെങ്ങ് വീണ് വൈദ്യുതി പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു. കാട്ടുപറമ്പിൽ അബ്ദുൽ മജീദിന്റെ പറമ്പിലെ തെങ്ങാണ് വൈദ്യുതി ലൈനിലേക്ക് വീണത്. റോഡിന് കുറുകെ തെങ്ങും വൈദ്യുതി പോസ്റ്റുകളും കിടക്കുന്നതിനാൽ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. കുട്ടികളും പ്രാവും തമ്മിലുള്ള ചങ്ങാത്തത്തിന്റെ കഥയാണ് ഇനി പറയുന്നത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ അപൂർവ കാഴ്ചയുള്ളത്. സ്കൂളിൽ പറന്നെത്തിയ പ്രാവ് ആദ്യം കുട്ടികളുമായി സൗഹാർദ്ദത്തിലായി. പിന്നീട് ക്ലാസ് മുറിയിൽ കൂടുകൂട്ടി മുട്ടയിട്ട് അടയിരുന്നു.
വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലാണ് ഈ അപൂർവ സൗഹൃദത്തിന്റെ കാഴ്ചയുള്ളത്. വരവൂർ ഗവൺമെന്റ് LP സ്കൂളിലെ 3C ക്ലാസ്സിലെ മേശയിലാണ് പ്രാവ് മുട്ടയിട്ടടയിരിക്കുന്നത്. ക്രിസ്തുമസ് അവധി കഴിഞ്ഞ് ക്ലാസ് മുറിയിൽ എത്തിയപ്പോഴാണ് കുട്ടികളും അധ്യാപകരും കൂടുകൂട്ടി അടയിരിക്കുന്ന പ്രാവിനെ കണ്ടത്. അവധി ദിനങ്ങൾക്ക് മുൻപ് തന്നെ പ്രാവ് ക്ലാസ് മുറിയിൽ പറന്നു വരുമായിരുന്നു. കുട്ടികൾ ഭക്ഷണം നൽകുന്നതിനാൽ പ്രാവ് കുട്ടികളുമായി ഇണക്കത്തിലായി. ഈ സൗഹൃദമായിരിക്കാം ക്ലാസ് മുറിയിൽ കൂടുകൂട്ടി മുട്ടയിടാൻ പ്രാവിന് പ്രേരണയായത്. നമ്മുടെ ക്ലാസ്സിൽ മുന്നേ തന്നെ പ്രാവുകൾ വന്നിരുന്നായിരുന്നു. കാലത്തൊക്കെ വരുമ്പോൾ ഇവര് മേശയമൊക്കെ ഇരിക്കണ കാണാറുണ്ട്. ഇപ്പോൾ ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് ഇവിടെ ഈ കൂട്ടില് 2 മുട്ടയിട്ട് ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടത്. പിന്നെ ഇപ്പോൾ അടയിരിക്കുന്നുണ്ട്. ഞങ്ങൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവരവിടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ ഒരു സന്തോഷവും കൗതുകമാണ്. അപ്പം ഞങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ പ്രാവിന് വേണ്ടിയിട്ടാണ് ഓരോ ദിവസം കാലത്ത് വരുമ്പോൾ തന്നെ പ്രാവില്ലേ എന്നുള്ളൊരു ചിന്തയിലാണ് എന്നും കുട്ടികൾ വരുന്നത്. കുട്ടികളിരിക്കുന്ന ബെഞ്ചിനോട് ചേർന്നുള്ള മേശയ്ക്ക് മുകളിലാണ് പ്രാവ് കൂടുകൂട്ടിയിരിക്കുന്നത്. അധ്യാപകരും കുട്ടികളും അടുത്തേക്ക് ചെന്നാലും പറന്നു പോവുകയില്ല. പ്രാവിനെ ശല്യപ്പെടുത്താതെയാണ് കുട്ടികൾ ക്ലാസ് മുറിയിൽ പഠനം നടത്തുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട്. ഞങ്ങൾ അതിനെ നല്ലപോലെ നോക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾ വരുമ്പോൾ പ്രാവില്ലേ എന്നൊക്കെ നോക്കാറുണ്ട്. അതിൻ്റെ കുഞ്ഞ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ കൗതുകമുള്ള കാഴ്ച കാണാൻ മറ്റു ക്ലാസ്സിലെ കുട്ടികളും അധ്യാപകരും എത്തുന്നുണ്ട്. മുട്ടയിട്ടടയിരിക്കുന്നതിനാൽ ക്ലാസ് ടീച്ചർ സ്മിതയുടെ നേതൃത്വത്തിൽ ക്ലാസ്സിലെ കുട്ടികൾ പ്രാവിന് സംരക്ഷണം നൽകുന്നുണ്ട്. എന്തായാലും കുട്ടികളൊക്കെ വളരെ സന്തോഷത്തിലാണ്. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴുവൂരിനോടൊപ്പം AM മുർഷീദ്, എരുമപ്പെട്ടി. കാട്ടൂരിൽ ഗൃഹനാഥനെ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാട്ടൂർ നരിക്കുഴി സ്വദേശി നമ്പിയത്ത് വീട്ടിൽ 84 വയസ്സുള്ള ഹസനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിലെ മോട്ടോർ നന്നാക്കാൻ എത്തിയവരാണ് മൃതദേഹം കിണറ്റിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. കാട്ടൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മാലിന്യമുക്ത നവകേരളം എന്ന ആശയവുമായി സഹൃദയ കോളേജ് NSS യൂണിറ്റും നേച്ചർ ക്ലബ്ബും സംയുക്തമായി നടത്തുന്ന വലിച്ചെറിയൽ വിരുദ്ധ വാരത്തിന്റെ ഉദ്ഘാടനം നടന്നു. സഹൃദയ കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ പോസ്റ്റർ പ്രകാശനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പാൾ ഡോക്ടർ KL ജോയ്, കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആൻഡോ വട്ടോലി, NSS പ്രോഗ്രാം ഓഫീസർ K ജയകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ AB അർച്ചന, NSS വോളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ, NSS അംഗങ്ങളായ സാമുവൽ വർഗീസ്, മിലാന ജെയ്സൺ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കേരള പ്രവാസി സംഘം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്ഥാപക നേതാവ് AC ആനന്ദനെ അനുസ്മരിച്ചു. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനം പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാൻ KV അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. സ്വാഗത സംഘം ചെയർമാൻ KR സൂരജ് അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, CPM ഏരിയ സെക്രട്ടറി TT ശിവദാസൻ, പ്രവാസി സംഘം സംസ്ഥാന സെക്രട്ടറി P സൈതാലിക്കുട്ടി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാ സ്ഥാപനങ്ങളുടെ ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിലെ നെൽകൃഷി വിളവെടുപ്പ് സൗജന്യമായി നടത്തിക്കൊടുക്കാൻ കോൾപ്പടവ് യോഗത്തിൽ തീരുമാനം. വൈക്കോൽ സംഭരണം വഴി ലഭിക്കുന്ന തുകയും പടവിലെ കർഷകർക്കാണ് ലഭിക്കുക. വടക്കേ കോഞ്ചിറ പടവ് കമ്മിറ്റി ഓഫീസിൽ ചേർന്ന അർദ്ധവാർഷിക പൊതുയോഗത്തിലാണ് തീരുമാനം. പടവിലെ നെല്ല് സപ്ലൈകോ വഴി സംഭരണം നടത്തും. ഈ മാസം 17-ന് വിളവെടുപ്പ് ആരംഭിക്കുവാനാകും. കോൾപ്പടവിലെ തെക്കും വടക്കും ബണ്ടുകളും നടുബന്തി റോഡും കൊയ്ത്തിന് ശേഷം ബലപ്പെടുത്തുവാനും തീരുമാനമായി. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് TV ഹരിദാസൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. ഹരി മഞ്ചറമ്പത്ത്, രവി അമ്പാട്ട്, ബിജോയ് പെരുമാട്ടിൽ, PA ഹാരിസ്, KS മോഹൻദാസ്, TA രവീന്ദ്രൻ, PM കുഞ്ഞുബാവു ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സെയിന്റ് ആന്റണീസ് ദേവാലയത്തിൽ നടന്ന പുതുവർഷ തിരുക്കർമ്മങ്ങൾക്ക് ഫാദർ സിജേഷ് നേതൃത്വം നൽകി. ട്രസ്റ്റിമാരായ ജിഷോ S പുത്തൂർ, ബാബു ആന്റണി ചിരിയങ്കണ്ടത്ത്, ആൻഡോ L പുത്തൂർ, സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, സിസ്റ്റർ ലിസ വാഴപ്പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി.
ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതയായ ഇടത്തരികത്തുകാവ് ഭഗവതിക്ക് നാട്ടുകാരുടെ വകയായിട്ടുള്ള പിള്ളേര് താലപ്പൊലി ഞായറാഴ്ച ആഘോഷിക്കും. ക്ഷേത്രത്തിനകത്ത് പുലർച്ചെ മുതൽ വാകച്ചാർത്ത്, ദീപാലങ്കാരം, പുഷ്പാലങ്കാരം, നാഗസ്വര കച്ചേരി, പഞ്ചമദ്ദള കേളി, പഞ്ചവാദ്യം, നിറമാല, ദീപാലങ്കാരം, കേളി, തായമ്പക, കളമെഴുത്തുപാട്ട് എന്നിവ ഉണ്ടാകും. കിഴക്കേ നടപ്പുരയിൽ 1500ഓളം നിറപറകൾ ഒരുക്കി എഴുന്നള്ളിപ്പിനെ വരവേൽക്കും. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വിവിധ കലാപരിപാടികളും അന്നദാനവും നടക്കും. വി കൃഷ്ണാനന്ദ്, എൻ പ്രഭാകരൻ നായർ, ജി കൃഷ്ണൻ, ചൊവ്വലൂർ ഉണ്ണികൃഷ്ണൻ, മോഹൻദാസ് ചേലനാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അവണിശ്ശേരി ഫെസ്റ്റ് മുല്ലനേഴി സ്മാരക അഖില കേരള നാടകോത്സവം സമാപിച്ചു. സമാപന യോഗം നാടക സംവിധായകൻ ശശീന്ദ്രൻ നടുവിൽ ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റ് കോർഡിനേറ്റർ പ്രിൻസൻ അവണിശ്ശേരി അധ്യക്ഷത വഹിച്ചു. സമാപന ദിവസം അസുരതാളം നാടകം അരങ്ങേറി. നാടക മത്സരത്തിൽ മികച്ച നാടകത്തിനായുള്ള പുരസ്കാരം തൃപ്പൂണിത്തുറ തേടൽ തിയേറ്റേഴ്സ് അവതരിപ്പിച്ച കൂവാകം നേടി. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം. ഞാൻ പ്രേമനെ ഇവന്റെ കയ്യിൽ നിന്ന് വെറുതെ വാങ്ങിക്കണ്ട. എന്നെ സംബന്ധിച്ച് അതൊരു ചെറിയ തുകയാണ്. പേടിക്കണം. മണലൂർ പഞ്ചായത്തിലെ 6ാം വാർഡിലെ സൗഹൃദ റോഡിന്റെ 2ാം ഘട്ട കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ചു. റോഡിന്റെ ഉദ്ഘാടനം 6ാം വാർഡ് മെമ്പർ ടോണി അത്താണിക്കൽ നിർവഹിച്ചു. വാർഡ് കൺവീനർ സജീവ് വലിയപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. സുബേഷ്, സുരേഷ് വാലപ്പറമ്പിൽ, ഷിജു ചിറ്റോളി, സിൻഡോ ചാലക്കൽ എന്നിവർ സംസാരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിൽ ജില്ലയിലെ വ്യാപാരികളുടെ മക്കൾക്ക് വിവാഹ ധനസഹായമായി 1 ലക്ഷം രൂപ നൽകും. പദ്ധതിയുടെ ഉദ്ഘാടനം കൂനമൂച്ചി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് AL ജെയിംസിന്റെ മകൾക്ക് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. ഭദ്രം പദ്ധതിയിൽ അംഗങ്ങളായ വ്യാപാരികളുടെ മക്കൾക്കാണ് ഈ ധനസഹായം നൽകുന്നത്. കൊടകര പഞ്ചായത്ത് ചൈൽഡ് റിസോഴ്സ് സെന്റർ ഹെൽപ്പ് ഡെസ്കിന്റെയും കേരളോത്സവം സമാപനത്തിന്റെയും ഉദ്ഘാടനം പ്രശസ്ത നാടക സംവിധായകൻ ദീപൻ ശിവരാമൻ നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് KG രജീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, ജോയ് നെല്ലിശ്ശേരി, വാർഡ് അംഗങ്ങളായ CD സിബി, പ്രനീല ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കാപ്പ നിയമം ലംഘിച്ച് നാട്ടിലെത്തിയ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടത്തുരുത്തി പുളിഞ്ചോട് സ്വദേശി ചൂണ്ടയിൽ ജിനേഷിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. 17ഓളം കേസുകളിൽ പ്രതിയായ ഇയാളെ ഏപ്രിൽ 30-നാണ് 1 വർഷത്തേക്ക് തൃശൂർ ജില്ലയിൽ പ്രവേശിക്കുന്നത് വിലക്കി നാടുകടത്തിയത്. എടത്തുരുത്തി പുളിഞ്ചോട് പരിസരത്തു നിന്നുമാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. കയ്പമംഗലം ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI മാരായ KS സൂരജ്, മുഹമ്മദ് സിയാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സുനിൽകുമാർ, ഡെൻസിമോൻ എന്നിവരാണ് ഇയാളെ പിടികൂടിയത്. മലയോര തോട്ടം മേഖലയെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വരന്തരപ്പള്ളി മണ്ഡലം കമ്മിറ്റി സായാഹ്ന പ്രതിഷേധ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് പുലിക്കണ്ണി സെന്ററിൽ നടക്കുന്ന ധർണ മുൻ MP രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്യും. മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിക്കും. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി PT വിനയൻ, വരന്തരപ്പള്ളി മണ്ഡലം പ്രസിഡന്റ് EM ഉമ്മർ, മുൻ പഞ്ചായത്ത് അംഗം EA ഓമന എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. പതിറ്റാണ്ടുകൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ അന്തിയുറങ്ങുന്ന ഭൂമിക്ക് ഉടമകളാകുന്ന സന്തോഷം പങ്കിടാൻ ഗീത മധുരവുമായി എത്തി. റവന്യൂ മന്ത്രി K രാജന്റെ ഇടപെടലിലൂടെയാണ് കുണ്ടൂരു വീട്ടിൽ പരേതയായ അമ്മിണി, സഹോദരി പത്മാവതി എന്നിവരുടെ പേരിൽ പട്ടയം ലഭിക്കുന്നത്. പട്ടയ വിതരണ നടപടികൾ അവസാന ഘട്ടത്തിലാണ്. തങ്ങൾക്ക് പട്ടയം ലഭിക്കുന്നതിന്റെ സന്തോഷം പങ്കിട്ട് അമ്മിണിയുടെ മകൾ ഗീത നഗരസഭാ ചെയർപേഴ്സൺ TK ഗീതയ്ക്കും റവന്യൂ ഉദ്യോഗസ്ഥർക്കും പായസം വിതരണം ചെയ്തു. CPI നേതാക്കളായ CC വിപിൻ ചന്ദ്രൻ, GS സുരേഷ് എന്നിവരും ഗീതയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. നഗരത്തിലെ തെക്കേനടയിലെ 2 സെന്റ് ഭൂമിയിലെ വീട്ടിലാണ് 4 തലമുറകളായി ഇവർ താമസിക്കുന്നത്. ഭൂമി പതിച്ചു നൽകാൻ 2008-ൽ ഹൈക്കോടതി ഉത്തരവുണ്ടായെങ്കിലും ചുവപ്പ് നാടയിൽ കുരുങ്ങി നടപടി 1.5 പതിറ്റാണ്ട് വൈകി. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ 41-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയ റവന്യൂ മന്ത്രി പ്രശ്നം പരിഹരിക്കാമെന്ന് കുടുംബത്തിന് ഉറപ്പ് നൽകിയിരുന്നു. തുടർന്ന് മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ കൊടുങ്ങല്ലൂരിൽ നടന്ന അദാലത്തിൽ അപേക്ഷ പരിഗണിച്ച് ഇവർക്ക് പട്ടയം നൽകാൻ മന്ത്രി ഉത്തരവിടുകയായിരുന്നു. പുനർനിർമ്മാണം നടക്കുന്ന എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിലെ തിരുഹൃദയ തിരുസ്വരൂപം വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് പ്രതിഷ്ഠിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ വത്തിക്കാൻ സെയിന്റ് പീറ്റേഴ്സിൽ വെഞ്ചരിച്ച തിരുസ്വരൂപം ഇന്ത്യയിലെ ഏറ്റവും വലിയ തിരുസ്വരൂപമാണ്.
നവംബർ 1-ാം തീയതിയാണ് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് തിരുസ്വരൂപം എത്തിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിക്ക് തൃശൂർ അതിരൂപത ആസ്ഥാനത്ത് നിന്ന് വാഹനങ്ങളുടെ അകമ്പടിയോടെ എരുമപ്പെട്ടി സെയിന്റ് ജോർജ് കപ്പേളയിൽ എത്തിക്കും. തുടർന്ന് ഘോഷയാത്രയായി തിരുസ്വരൂപം പള്ളിയിലേക്ക് എഴുന്നള്ളിക്കും. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് പ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. വികാരി ഫാദർ ജോഷി ആളൂർ, ജനറൽ കൺവീനർ KC ഡേവിസ്, പബ്ലിസിറ്റി കൺവീനർ ജിൻഡോ ജോഷി, PRO ബിജു ജോർജ്, കൈക്കാരന്മാരായ MK ജോൺസൺ, ജെയ്സൺ താണിക്കൽ, MB ഷാൻഡോ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിൽ 11 ദിവസം നീണ്ടുനിൽക്കുന്ന മഹാരുദ്രയജ്ഞത്തിന് തുടക്കമായി. 11 വെള്ളി കലശങ്ങളിൽ നിറച്ച ശ്രേഷ്ഠ ദ്രവ്യങ്ങൾ ശ്രീരുദ്രം മന്ത്രം ജപിച്ച് ചൈതന്യവത്താക്കിയ ശേഷം തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട് മഹാദേവനെ അഭിഷേകം ചെയ്യും. പാണിവാദരത്നം കലാമണ്ഡലം ഈശ്വരനുണ്ണിയുടെ ചാക്യാർകൂത്ത്, ഡോക്ടർ B ജയപ്രകാശിന്റെ ഭക്തിപ്രഭാഷണം, ഗുരുവായൂർ ശശിമാരാർ, കോട്ടപ്പുറം വിഘ്നേഷ് അയ്യർ എന്നിവരുടെ ഇരട്ട കേളി, മമ്മിയൂർ വിഷ്ണുപ്രസാദ് മാരാർ, ഗുരുവായൂർ വിഷ്ണുപ്രസാദ് മാരാർ എന്നിവരുടെ തായമ്പക, നാഗക്കാവിൽ നാഗപ്പാട്ട്, പാതിരിക്കുന്നത്ത് കുളപ്പുറത്ത് മനയ്ക്കൽ സദാനന്ദൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ സർപ്പബലി എന്നിവയും ഉണ്ടായിരുന്നു. തൃശൂർ ജില്ലാ ക്ഷീര കർഷക സംഗമത്തിന്റെ ലോഗോ പ്രകാശനം ET ടൈസൺ MLA നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് CK ഗിരിജ അധ്യക്ഷത വഹിച്ചു. ശ്രീനാരായണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ, ക്ഷീരവികസന വകുപ്പ് ജില്ലാ ഡെപ്യൂട്ടി ഡയറക്ടർ N വീണ, വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജനപ്രതിനിധികളായ സജിത പ്രദീപ്, ഷീജ ബാബു, KK വത്സമ്മ തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുവായൂർ ദേവസ്വത്തിന്റെ നേതൃത്വത്തിൽ നടന്ന നാഗസ്വര തവിൽ സംഗീതോത്സവം ഭക്തിസാന്ദ്രമായി. ക്ഷേത്രത്തിൽ നിന്ന് നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലെ സംഗീത മണ്ഡപത്തിലെ നിലവിളക്കിലേക്ക് ഭദ്രദീപം പകർന്നതോടെയാണ് സംഗീതോത്സവത്തിന് തുടക്കമായത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കമുള്ള കലാകാരന്മാർ പങ്കെടുത്തു. 100ഓളം കലാകാരന്മാർ അണിനിരുന്ന നാഗസ്വര പഞ്ചരത്ന തനിയാവർത്തനം ആസ്വാദകർക്ക് അപൂർവ നാദവിരുന്നായി മാറി. തുടർന്ന് നടന്ന സമാദരണ സദസ്സ് ചലച്ചിത്രകാര രചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. നാഗസ്വരം വിദ്വാനായിരുന്ന ഗുരുവായൂർ കുട്ടിക്കൃഷ്ണൻ നായർ സ്മാരക പുരസ്കാരം നാഗസ്വര ആചാര്യൻ ആച്ചാൾപുരം S ചിന്നത്തമ്പി പിള്ളയ്ക്കും, മുത്തരശനെല്ലൂർ M രാമചന്ദ്രൻ സ്മാരക പുരസ്കാരം തവിൽ വിദ്വാൻ ആച്ചാൾപുരം S ശങ്കരനും സമ്മാനിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C മനോജ്, നാഗസ്വര വിദ്വാൻമാരായ ഗുരുവായൂർ മുരളി, മരുത്തോർവട്ടം ബാബു, തവിൽ വിദ്വാൻ ഓച്ചിറ ഭാസ്കരൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, കേരള നാഗസ്വര തവിൽ സംഘടനാ പ്രസിഡന്റ് അജിത് പേരകം തുടങ്ങിയവർ സംസാരിച്ചു. നവതിയുടെ നിറവിലുള്ള മുൻ ദേശീയ അധ്യാപക അവാർഡ് ജേതാവും സാഹിത്യകാരനുമായ ഗോപാലൻ ചേറ്റുപുഴയെ ആദരണീയം തൃശൂർ സാംസ്കാരിക പൗരാവലിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു. മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേർമൽ രാമകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപക രംഗത്തും സാഹിത്യരംഗത്തും യുവതലമുറയ്ക്ക് മികച്ച വഴികാട്ടിയും മാതൃകയുമാണ് ഗോപാലൻ മാസ്റ്ററെന്ന് അദ്ദേഹം പറഞ്ഞു. തെറമ്പിൽ അദ്ദേഹത്തെ പൊന്നാടയണിയിച്ച് ഉപഹാരം കൈമാറി. ആദരണീയം പ്രസിഡന്റ് അഡ്വക്കേറ്റ് S അജി അധ്യക്ഷത വഹിച്ചു. മുൻ കോർപ്പറേഷൻ കൗൺസിലർ A പ്രസാദ്, കവിയും സാഹിത്യകാരനുമായ ഉണ്ണികൃഷ്ണൻ മനക്കൊടി, K സുരേഷ് കുമാർ, K ഗോപാലകൃഷ്ണൻ, അഡ്വക്കേറ്റ് PR സുരേഷ്, ശരത് ചന്ദ്രൻ മച്ചിങ്ങൽ, KN നാരായണൻ, ഫ്രാൻസിസ് ചാലിശ്ശേരി, KP രാധാകൃഷ്ണൻ, CC ഡേവി, അഡ്വക്കേറ്റ് ആശിഷ് തുടങ്ങിയവർ സംസാരിച്ചു. ദൃശ്യ ഗുരുവായൂരിന്റെ ഭാവഗീതി പുരസ്കാരത്തിന് ഗായകൻ P ജയചന്ദ്രൻ അർഹനായി. 25,000 രൂപയും പ്രശസ്തിപത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ശനിയാഴ്ച സമ്മാനിക്കും. ദൃശ്യയുടെ ജീവകാരുണ്യ സുസ്ഥിര കർമ്മ പദ്ധതിയായ ജീവനത്തിന്റെ 3ാം ഘട്ട ഉദ്ഘാടന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറി K ജയകുമാർ പുരസ്കാരം സമ്മാനിക്കും. ഭാരവാഹികളായ R രവികുമാർ, KK ഗോവിന്ദദാസ്, അരവിന്ദൻ പല്ലത്ത്, VP ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കലാഭവൻ മണിയുടെ 54ാം ജന്മദിനം ആഘോഷിച്ച് സുഹൃത്തുക്കൾ. മണിയോടൊപ്പം വേദികൾ പങ്കിട്ട മിമിക്രി താരങ്ങളുടെ നേതൃത്വത്തിൽ ചാലക്കുടി GVHSS സ്കൂളിലായിരുന്നു ആഘോഷ പരിപാടികൾ. വിദ്യാർത്ഥികൾക്കായി മണിയുടെ നാടൻ പാട്ടുകളും ശബ്ദാനുകരണവും സംഘം കുട്ടികളുമായി പങ്കുവച്ചു. മണിയുടെ സഹോദരൻ ഡോക്ടർ RLV രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കലാഭവൻ ജയൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭ വാർഡ് കൗൺസിലർ നീത പോൾ, കലാഭവൻ സലീം, കലാഭവൻ സജീവൻ, പ്രധാനാധ്യാപിക PS സംഗീത, കലാഭവൻ സജീവൻ, കലാഭവൻ ഹരിഹരൻ തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം നഗരസഭ സ്വച്ഛ് സർവേക്ഷന്റെ ഭാഗമായി ഫ്ലാഷ് മോബ് സംഘടിപ്പിച്ചു. ക്യാമ്പയിൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ T സോമശേഖരൻ അധ്യക്ഷത വഹിച്ചു. സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ A രഞ്ജിത്ത്, പബ്ലിക് ഇൻസ്പെക്ടർമാരായ KS പ്രവീൺ, S രശ്മി, PS സജീഷ് എന്നിവർ നേതൃത്വം നൽകി. അന്തര പൊന്നൂക്കരയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച വൈകിട്ട് പൊന്നൂക്കര ഗവൺമെന്റ് LP സ്കൂളിൽ ഗസൽ സന്ധ്യ സംഘടിപ്പിക്കും. ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് ഗസൽ സന്ധ്യ ഉദ്ഘാടനം ചെയ്യും. കലാനിരൂപകൻ E ജയകൃഷ്ണൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താസമ്മേളനത്തിൽ NU സുബ്രഹ്മണ്യൻ, നിഷ ബിജു, B അശോക് കുമാർ, PS സുരേഷ് എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7120 രൂപ, പവന് 56,960 രൂപ, വെള്ളി ഗ്രാമിന് 93 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3160 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പാലയൂർ തീർത്ഥകേന്ദ്രത്തിൽ കരോൾ ഗാനാലാപനം തടഞ്ഞ ചാവക്കാട് SI വിജിത് K വിജയനെ സ്ഥലം മാറ്റി. പേരാമംഗലം സ്റ്റേഷനിലേക്കാണ് സ്ഥലം മാറ്റിയത്. കരോൾ ഗാനാലാപനം തടഞ്ഞ സംഭവത്തിൽ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ചീഫ് സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടി. മുള്ളൂർക്കരയിൽ പുതുവത്സരാശംസ പറയാത്തതിന്റെ വൈരാഗ്യത്തിൽ യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ആറ്റൂർ സ്വദേശി സുഹൈബിനാണ് കുത്തേറ്റത്. 24ഓളം കുത്തേറ്റ സുഹൈബിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മിണാലൂരിൽ ടോറസ് ലോറിക്ക് പുറകിൽ സ്വകാര്യ ബസ് ഇടിച്ച് ബസ് ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റു. പട്ടിക്കാട് ചെമ്പൂത്രയിൽ കാർ നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് അപകടം. പുഴയ്ക്കലിൽ വാഹന പരിശോധനയ്ക്കിടെ ബൈക്ക് നിയന്ത്രണം വിട്ട് ഇടിച്ച് പോലീസുകാരന് പരിക്കേറ്റു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.